രാഹുലിനെ പാലക്കാട് നഗരസഭ വിലക്ക്. നാളെ രാഹുൽ കൂടി പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് വിലക്കി എന്നൊരു വാർത്ത കൂടി പാലക്കാട്ട് നിന്ന് വരുന്നു. രാഹുലിന് ബന്ധപ്പെട്ട കത്ത് നൽകി എന്നുകൂടി ശ്രീകുമാരൻ ആ വാർത്തയുടെ വിവരമായി പറയുന്നുണ്ട്. ഗർഭചിത്രം നടത്തിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പോലീസിലും ബാലാവകാശ കമ്മീഷനും പരാതി. അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. പരാതിയിൽ നിയമോപദേശം തേടാനാണ് പോലീസ് നീക്കം. ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചുവെന്ന ശബ്ദ സന്ദേശത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ബാലാവകാശ കമ്മീഷനിൽ പരാതി എത്തിയത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ വച്ചിരുന്നു. വിഷ്ണു, അതിൻ്റെ നിയമപരമായ പ്രസക്തി എങ്ങനെയാണ്? അതിൽ അന്വേഷണം ഏത് രീതിയിൽ നടത്താനാണ് പോലീസിന്റെയും ബാലാവകാശ കമ്മീഷന്റെയും ആലോചന? വിഷ്ണു. ആഷ്മി, പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതി കേവലം ഒരു പരാതിയായി മാത്രമാണ് കണക്കാക്കുന്നത്. കാരണം അതിന് ഒരു ഗ്രൗണ്ട് കാര്യമായി പോലീസിന്റെ പക്കലില്ല. വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ ഒരുപാട് വെല്ലുവിളികളുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ജൂറിസ്ഡിക്ഷൻ ഒരു പ്രശ്നമായുണ്ട്. അത് ആ പരാതിയിൽ പറയുന്നില്ല. ആകെയുള്ളത് ഈ ശബ്ദ സന്ദേശം, അതിൽ പറയുന്ന കാര്യങ്ങൾ, അതിൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇതിൽ ഒരു വിക്ടിമിന്റെ മൊഴിയെടുക്കേണ്ടതുണ്ട്. ആരാണ് വിക്ടിം എന്നതിൽ വ്യക്തമില്ല. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടോ എന്ന കാര്യത്തിലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പരാതികൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ പോലീസിനെ സംബന്ധിച്ച് ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊരു കേസിലേക്ക് പോകാൻ പോലീസ് നിലവിൽ തീരുമാനിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്കാണ്, എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് അഡ്വക്കേറ്റ് ഷിൻഡോ എന്ന് പറയുന്ന ആൾ പരാതി നൽകിയിട്ടുള്ളത്. ഇനി ഈ സംഭവം നടന്നത് സെൻട്രൽ പോലീസിന്റെ പരിധിയിലല്ല എങ്കിൽ അവർക്ക് ഈ പരാതി മറ്റിടങ്ങളിലേക്ക് കൈമാറേണ്ടി വരും. ഒരു പരാതി ഇപ്പോൾ നിലവിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ തുടരന്വേഷണവും അല്ലെങ്കിൽ അതൊരു വിശദമായ കേസ് നടക്കുന്നതിലേക്കൊന്നും പോകാൻ ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. സമാനമായ പരാതി തന്നെയാണ് ബാലാവകാശ കമ്മീഷനിലും എത്തിയിരിക്കുന്നത്. ബാലാവകാശ കമ്മീഷനിൽ സ്വാഭാവികമായും അവർ ഈ ഓഡിയോ ക്ലിപ്പ് പരിശോധിച്ച ശേഷം ആരാണ് ഈ ഇര എന്ന് കണ്ടെത്തി അവരുടെ മൊഴി എടുത്ത ശേഷമായിരിക്കും ബാലാവകാശ കമ്മീഷൻ ഒരുപക്ഷെ ഒരു അന്വേഷണമോ കേസോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ. എന്തായാലും രാഹുൽ തന്നെ പറഞ്ഞത് ഈ ഓഡിയോയിൽ സംശയമുണ്ടെന്ന് രാഹുൽ പറഞ്ഞിരുന്നു. ഒപ്പം ആരെങ്കിലും പരാതികളുമായി വന്നാൽ അതിന് നിയമപരമായി നേരിടുമെന്ന് പറയുകയും ചെയ്തിരുന്നു. ഈ പരാതിയിൽ കേസെടുത്ത് രാഹുൽ അതിനെ ഫൈറ്റ് ചെയ്യുമോ എന്നുള്ളതൊക്കെയാണ് ഇനി നോക്കിക്കാണാനുള്ളത്. എന്തായാലും പോലീസ് നിലവിൽ ആ പരാതി വാങ്ങിവെച്ചിട്ടുണ്ട്. അതിൽ അങ്ങനെ ഒരു ശക്തമായ ഒരു അന്വേഷണത്തിലേക്കും നിലവിൽ ഈ ഘട്ടത്തിൽ പോകുന്നില്ല. എല്ലാ വശങ്ങളും നോക്കി മാത്രമാണ് തീരുമാനമെടുക്കാം എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലുള്ള ഇടപെടലും നിലവിലുള്ള തീരുമാനവും. ഹാഷ്മി. ഓക്കെ, ഗർഭചിത്രം എന്ന വിഷയത്തിൽ ഉള്ള പരാതിയുണ്ട്. അതിൽ ഏത് രീതിയിലാണ് കേസെടുക്കാൻ കഴിയുക? പ്രത്യേകിച്ച് പരാതിക്കാരിയുടെ പരാതി അവിടെ ഇല്ല എന്നൊരു പ്രശ്നമുണ്ട്. അതേസമയം തന്നെ ഗർഭചിത്രം നിയമവിധേയമാണ് ചില ഘട്ടങ്ങളിൽ മാത്രം. ഇപ്പം ബലാത്സംഗത്തിനിരയായി മൈനറായ പെൺകുട്ടി ഗർഭം ധരിക്കുക, അല്ലെങ്കിൽ കുഞ്ഞിനും അമ്മയ്ക്കും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുക തുടങ്ങിയത് ഡോക്ടറുടെ സാന്നിധ്യത്തിൽ മാത്രം ഈ അബോർഷൻ എന്ന ഈ പറഞ്ഞ ക്ലോസോട് കൂടിയാണ് അത് നിയമവിധേയമാവുക. അതല്ലാത്ത നിയമവിരുദ്ധം തന്നെയാണത്. പക്ഷേ അത് കേസിലേക്കൊക്കെ പോകുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം പോലീസ് നിയമോപദേശത്തിലൂടെ തീരുമാനിക്കും.